ഡൽഹിയിൽ ചെങ്കോട്ടയ്ക്ക് സമീപം വലിയ ഒരു സ്ഫോടനമുണ്ടായിരിക്കുന്നു. റെഡ് ഫോർട്ടിൽ ആണ് ഈ സ്ഫോടനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായിട്ടുള്ള ആ സ്ഫോടനത്തിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സ്ഫോടനത്തിൽ നിർത്തിയിട്ട കാർ പൊട്ടിത്തെറിച്ചിരിക്കുന്നു. 3 വാഹനങ്ങൾക്കാണ് തീപിടിക്കുകയുണ്ടായത്. ഡൽഹിയെ ഞെട്ടിപ്പിക്കുന്ന ഒരു സ്ഫോടനം നടന്നിരിക്കുന്നു. ചെങ്കോട്ടയ്ക്ക് സമീപമാണ് ഈ സ്ഫോടനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം പ്രകാരം ബ്ലാസ്റ്റ് റിപ്പോർട്ടഡ് ഇൻ കാർ നിയർ റെഡ് ഫോർട്ട്, ഇൻവെസ്റ്റിഗേഷൻ അണ്ടർവേ എന്നാണ് സൂചിപ്പിക്കുന്നത്. റെഡ് ഫോർട്ട് മെട്രോ സ്റ്റേഷൻ്റെ ഗേറ്റ് 1 നിർത്തിയിട്ടിരുന്ന കാർ പൊട്ടിത്തെറിച്ചിരിക്കുന്നു. അതിൽ സ്ഫോടനമുണ്ടായിരിക്കുന്നു. 3-4 അധികം വാഹനങ്ങൾക്ക് തീ പിടിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഡൽഹി ഫയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഡൽഹിയിൽ ചെങ്കോട്ടയ്ക്ക് സമീപം വലിയ ഒരു സ്ഫോടനമുണ്ടായിരിക്കുന്നു. നിർത്തിയിട്ട കാർ പൊട്ടിത്തെറിച്ചിരിക്കുന്നു. 3 വാഹനങ്ങൾക്ക് തീ പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വാർത്ത. ചെങ്കോട്ട എന്ന് പറയുന്നത് ഡൽഹിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ്, ഭരണസിരാ കേന്ദ്രമാണ്. ചെങ്കോട്ടയ്ക്ക് അടുത്തുള്ള മെട്രോ സ്റ്റേഷനിലാണ്, അതിൻ്റെ അരികിലാണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. അതിൽ ഗേറ്റ് 1 ഈ സ്ഫോടനം നടന്നിരിക്കുന്നത്. ഗേറ്റ് നമ്പർ 1 നടന്നിരിക്കുന്ന സ്ഫോടനം ഏറെ നാളുകൾക്ക് ശേഷമാണ്, ഏറെ വർഷങ്ങൾക്ക് ശേഷം എന്ന് പോലും പറയാം, ഡൽഹിയിൽ ഈ രീതിയിലുള്ള ഒരു സ്ഫോടനം നടന്നിരിക്കുന്നത്. തീവ്രവാദ സ്ഫോടന പരമ്പരകൾ ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ആ കാലഘട്ടത്തിന് ഒരു ഇടവേള സംഭവിച്ചിരിക്കുന്നു. ഗേറ്റ് നമ്പർ 1 സ്ഫോടനം നടന്നിരിക്കുന്നു. ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനം നടന്നിരിക്കുന്നു. മെട്രോ സ്റ്റേഷന് സമീപമാണ് ഈ സ്ഫോടനം നടന്നിരിക്കുന്നത്. ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് ഒരു ബോംബ് ഭീഷണി എന്നുള്ള നിലയ്ക്കാണ് ആ വാർത്ത പുറത്തു വന്നിരുന്നതെങ്കിലും പിന്നീട് അത് അങ്ങനെയല്ല, മറിച്ച് നേരെ അത് ഇപ്പോൾ സ്ഫോടനം തന്നെയായിട്ട് അത് വരുന്നു. 3 മിനിറ്റ് മുമ്പാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ബ്ലാസ്റ്റ് റിപ്പോർട്ടഡ് ഇൻ കാർ നിയർ റെഡ് ഫോർട്ട് എന്നുള്ള നിലയ്ക്കാണ് ആ വാർത്ത ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ചെങ്കോട്ട എന്ന് പറയുന്ന സുപ്രധാനമായിട്ടുള്ള ഭരണസിരാ കേന്ദ്രമെന്നോ മറ്റും ഒക്കെ വിശേഷിപ്പിക്കാവുന്ന രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടത്താണ് ഈ സ്ഫോടനം നടന്നിരിക്കുന്നത്. ചെങ്കോട്ടയിലെ മെട്രോ സ്റ്റേഷൻ്റെ 1-ാം പടിവാതിൽ ഗേറ്റ് നമ്പർ 1 അരികിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ സ്ഫോടനം നടന്നിരിക്കുന്നു. ആ കാറിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ബോംബുകളോ മറ്റ് സ്ഫോടക വസ്തുക്കളോ വച്ച് അത് പൊട്ടിച്ചതാണോ അല്ലയോ എന്നുള്ള വിവരം വ്യക്തമല്ല. അത് ഇനി അന്വേഷിച്ചറിയേണ്ടതുണ്ട്. ഇപ്പോൾ ആ സ്ഫോടനം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 3 വാഹനങ്ങൾക്ക് തീ പിടിച്ചിരിക്കുന്നു. അതിൽ ഒരു വാഹനത്തിൽ സ്ഫോടനം നടന്നതിന് ശേഷം ആ സ്ഫോടനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അഗ്നിബാധ മറ്റ് വാഹനങ്ങളിലേക്ക് പടർന്നു പിടിച്ചതാണോ അതോ ഈ 3 വാഹനങ്ങളിലും തീ പിടിച്ചതാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും ഡൽഹി ഇന്ദ്രപ്രസ്ഥം ഏറെ നാളുകൾക്ക് ശേഷം ഒരു സ്ഫോടനത്തിൻ്റെ ആഘാതത്തിലാണ്. ഈ സ്ഫോടനത്തിൻ്റെ പിറകിൽ തീവ്രവാദ ലക്ഷ്യങ്ങളുണ്ടോ, ഭീകരാക്രമണം അതിൻ്റെ പിറകിലുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തതയില്ല. പക്ഷേ ഇത് മെട്രോ സ്റ്റേഷന് സമീപമാണ് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട തിരക്കേറിയ ഒരു ഇടത്താണ്. ഇതിനു മുൻപ് ഡൽഹിയിലുണ്ടായിട്ടുള്ള സ്ഫോടന പരമ്പരകളുടെയും തീവ്രവാദ സ്ഫോടന പരമ്പരകളുടെയും ഒക്കെ ചരിത്രം പരിശോധിച്ചാൽ കമ്പോളങ്ങൾക്കരികിൽ, തിരക്ക് പിടിച്ച മാർക്കറ്റുകൾക്കരികിൽ ഒക്കെ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾക്കരികിലും മറ്റും ബോംബുകൾ സ്ഥാപിച്ച് അത് പൊട്ടിത്തെറിപ്പിക്കുന്ന രീതിയിലുള്ള സ്ഫോടനങ്ങൾ നടന്നിട്ടുണ്ട്. അതേപോലെ ഡൽഹിയിലും മുംബൈയിലുമൊക്കെ ആളുകൾ നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഇടങ്ങളിൽ ചോറ്റുപാത്രത്തിൻ്റെ അകത്ത് ബോംബ് സ്ഥാപിച്ച് പൊട്ടിച്ചതിൻ്റെ ചരിത്രം ഉണ്ട്. 7 അഗ്നിശമന സേനാ യൂണിറ്റുകൾ അവിടെ എത്തിയിരിക്കുന്നു എന്ന് മാത്രമല്ല, ഡൽഹിയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചിരിക്കുന്നു. അതീവ ഗുരുതരമായ സാഹചര്യമാണ് ഡൽഹിയിൽ ഉള്ളത് എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. ഇതിനു മുൻപ് മുംബൈയിലുണ്ടായിട്ടുള്ള സ്ഫോടന പരമ്പരകളുടെയൊക്കെ ചരിത്രം പരിശോധിച്ചാൽ ഇതിന് സമാനമായിട്ടുള്ള രീതിയിൽ ആദ്യം ഒരു സ്ഫോടനം നടക്കുന്നു. ആ സ്ഫോടനത്തിൻ്റെ പിറകെ പോലീസും മറ്റ് സുരക്ഷാ സേനകളും പോയിക്കൊണ്ടിരിക്കെ അധികം ദൂരെയല്ലാതെ മറ്റൊരിടത്ത് മറ്റൊരു സ്ഫോടനം നടക്കുന്നു. അതിനുശേഷം മറ്റൊരു സ്ഫോടനം നടക്കുന്നു എന്നുള്ള നിലയ്ക്ക് പരമ്പരകളായിട്ട് സ്ഫോടനങ്ങൾ നടന്നതിൻ്റെ തീവ്രവാദ ചരിത്രം ഇന്ദ്രപ്രസ്ഥത്തിനുണ്ട്, ഡൽഹിക്കുണ്ട്. അങ്ങനെ ഒന്ന് ആവാതിരിക്കട്ടെ എന്ന് ഈ നിമിഷങ്ങൾ വിചാരിക്കാം. അത്തരം അനുഭവം ഉള്ളത് കൊണ്ട് തന്നെയാണ് എല്ലാ സുരക്ഷാ ഏജൻസികളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് അതീവ
ജാഗ്രതാ നിർദ്ദേശം രാജ്യ തലസ്ഥാനത്തിന് നൽകിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അല്പം മുമ്പുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പം മുൻപ് എന്ന് പറഞ്ഞാൽ ഏകദേശം 3 മിനിറ്റ് മുമ്പാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. 3-4 മിനിറ്റ് അതിനു മുൻപാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ വലിയ ദുരന്തം എന്ന് പറയാൻ കഴിയുമോ എന്ന് പറയാറായിട്ടില്ല. ആളപായം അടക്കമുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതുണ്ട്. പക്ഷേ ചെങ്കോട്ടയ്ക്ക് സമീപം ഒരു കാർ സ്ഫോടനം ഉണ്ടാവുന്നു. ആ സ്ഫോടനത്തിൽ മറ്റ് വാഹനങ്ങൾ കത്തിനശിക്കുന്ന അവസ്ഥ വരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതീവ ജാഗ്രത പ്രഖ്യാപിക്കുന്നു എന്നതിൻ്റെ അർത്ഥം ഡൽഹിയിലെ മറ്റെല്ലാ ഇടങ്ങളിലും പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. എല്ലായിടങ്ങളിലും ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്ന ഇടങ്ങളിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോവുക എന്നുള്ളതാണ് ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളിലേക്ക് മാറുക. കാരണം ഈ ഒരു സ്ഫോടനത്തിൻ്റെ പിറകിൽ എന്താണ് എന്ന് വ്യക്തമായിട്ടില്ല. ആ സ്ഫോടനത്തിന് കാരണം എന്താണ് എന്ന് വ്യക്തമായിട്ടില്ല. പക്ഷേ ഡൽഹിയുടെയും മുംബൈയുടെയും ഒക്കെ മുൻകാല തീവ്രവാദ സ്ഫോടന പരമ്പരകളുടെയും ഭീകരാക്രമണ പരമ്പരകളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ ഇത് ഭീകരാക്രമണമെന്ന് സംശയിക്കേണ്ടിരുന്ന അവസ്ഥ വന്നിരിക്കുന്നു. ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനം നടന്നിരിക്കുന്നു. ഡൽഹിയിൽ 3 വാഹനങ്ങൾക്ക് തീ പിടിച്ചിരിക്കുന്നു. ഒരു കാർ പൊട്ടിത്തെറിച്ചിരിക്കുന്നു. അതീവ സുരക്ഷ വേണ്ട സമയമാണ്. അതീവ ജാഗ്രത വേണ്ടതാണ്. ഡൽഹിയിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുന്നു. ചെങ്കോട്ടയ്ക്ക് സമീപം 3 വാഹനങ്ങൾ തീപിടിക്കുന്നു. ഒരു കാർ പൊട്ടിത്തെറിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഏറ്റവും ഒടുവിൽ ലഭിച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ നൽകിയിരിക്കുന്നത്. രേണുക വിവരങ്ങൾ നൽകുന്നു. രേണുക. ഇപ്പോൾ ഡൽഹിയിൽ ചെങ്കോട്ട മെട്രോ സ്റ്റേഷൻ 1-ാം നമ്പർ ഗേറ്റിന് സമീപമാണ് ഇപ്പോൾ കാറുകൾ തീപിടിച്ചതെന്നൊരു വാർത്തയാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ചെങ്കോട്ടയെ സംബന്ധിച്ചോളം തിങ്കളാഴ്ചകളിൽ അവധിയുള്ള ഒരു ദിവസമാണ്. സമീപത്ത് ചെങ്കോട്ടയിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. എല്ലാ തിങ്കളാഴ്ചകളും ഈ ഒരു സമയത്താണ് അവിടെ ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. കാറിൽ തീപിടിച്ചു എന്നൊരു വാർത്തയാണ് നിലവിൽ വന്നിരിക്കുന്നത്. ദില്ലിയിൽ സ്ഫോടനം ഉണ്ടായിരിക്കുന്നു. ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് 1-ാം ഗേറ്റിന് സമീപമാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. സംഭവത്തിൽ 4 വാഹനങ്ങൾക്കാണ് തീപിടിച്ചത്. എങ്ങനെയാണ് സംഭവം എന്നൊരു കാര്യത്തിൽ എങ്ങനെയാണ് ഈ തീപിടുത്തത്തിന്റെ കാരണം നിലവിൽ വന്നിട്ടില്ല. നിരവധി പേർക്ക് പരിക്ക് പറ്റിയെന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. ഒരാളുടെ നില അതീവ ഗുരുതരമെന്ന് ചില മാധ്യമങ്ങൾ വാർത്തകളും നൽകുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയ രീതിയിൽ തന്നെയുള്ള ഒരു സ്ഫോടനം തന്നെയാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്നതെന്നൊരു കാര്യത്തിൽ വ്യക്തമാകുന്നുണ്ട് ബനേഷ്. അതോടൊപ്പം തന്നെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലമാണോ അതോ മറ്റു സൂചനകളൊന്നും നിലവിൽ വന്നിട്ടില്ല. ചെങ്കോട്ട വളരെ സുരക്ഷാ കേന്ദ്രമായ ഒരു സ്ഥലത്തു കൂടിയാണ് ഇതുണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും തിങ്കളാഴ്ച ദിവസങ്ങളിൽ ചെങ്കോട്ട ഒരു സുരക്ഷാ കേന്ദ്രം കൂടി തന്നെയാണ്. അവിടെയാണ് ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഡൽഹി ചെങ്കോട്ടയ്ക്കടുത്താണ് ഈ മെട്രോ ഗേറ്റ് നമ്പർ 1-ന് സമീപത്താണ് ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. കാറുകളിൽ നിന്നാണ് തീപിടിച്ചത്. 4 വാഹനങ്ങളിൽ നിന്നാണ് തീപിടിച്ചതെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 3-ലധികം വാഹനങ്ങൾക്ക് സംഭവ സ്ഥലത്ത് തന്നെ കേടുപാടും സംഭവിച്ചിട്ടുണ്ട്. നിരവധി ജനങ്ങൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ നിരവധി ജനങ്ങൾ അവിടെ തടിച്ചുകൂടി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും കൃത്യമായ രീതിയിൽ തന്നെ പോലീസും മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ജനങ്ങളെ സംഭവ സ്ഥലത്ത് നിന്ന് മാറ്റാനും അതോടൊപ്പം തന്നെ ഈ തീ അണയ്ക്കുന്നതിനുള്ള നടപടികളിലേക്കെല്ലാം കടക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഒരു സുരക്ഷ എന്ന രീതിയിലേക്ക് പോലീസിലെയും അങ്ങോട്ട് എത്തിപ്പെടാനുള്ള ചില സാധ്യത തടസ്സമായി നിൽക്കുന്നുണ്ട്. കാരണം തടിച്ചുകൂടി നിൽക്കുന്ന ജനങ്ങളാണ് ഇപ്പോൾ ആ ഡൽഹിയിലെ മെട്രോ നമ്പർ ഗേറ്റ് 1-ന് സമീപത്തായി നിൽക്കുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് അത് വളരെ വ്യക്തമാണ്. പരിക്കേറ്റവരെ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികളും അവിടെ നടക്കുന്നുണ്ട്. നിരവധി പേർക്ക് പരിക്ക് പറ്റിയതായിട്ടുള്ള വാർത്തകളും ചില നാഷണൽ മീഡിയാസ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഒരാളുടെ നില അതീവ ഗുരുതരം എന്ന രീതിയിലും പുറത്തു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചില മാധ്യമങ്ങളിൽ ഒരാൾ മരിച്ചു എന്നൊരു വാർത്ത ഇട്ടിട്ടുണ്ട്. എത്രത്തോളം വിശ്വസനീയമാണെന്ന് പറയാൻ നിലവിൽ കഴിയില്ല. എന്തായാലും ഔദ്യോഗിക റിപ്പോർട്ടുകളൊന്നും നിലവിൽ മരണസംഖ്യയെപ്പറ്റി വന്നിട്ടില്ല. ഒരു നാഷണൽ മീഡിയ മാത്രമാണ് ഇപ്പോൾ ഒരു മരണസംഖ്യയെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. നിരവധി പേർക്ക് പരിക്കുകൾ ഉണ്ട് എന്നൊരു കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഭീകരാക്രമണമാണോ എന്നൊരു സംശയം കൂടി ഉണ്ട് ബനേഷ്. റെഡ് ഫോർട്ട് മെട്രോ സ്റ്റേഷന്റെ ഗേറ്റ് നമ്പർ 1-നരികിൽ സ്ഫോടനം നടന്നിരിക്കുന്നു. കാറിനകത്ത് സ്ഫോടനം നടന്നിരിക്കുന്നു. ആ സ്ഫോടനത്തെ തുടർന്ന് 3-4 വാഹനങ്ങൾ ഒരുമിച്ച് തീപിടിച്ച് നശിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ആ 4 വാഹനങ്ങളും കത്തി ആളിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ ആണ് ഏറ്റവും ആദ്യം വന്നത്. ഇപ്പോൾ ഡൽഹി ഫയർ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. റെഡ് ഫോർട്ട് മെട്രോ സ്റ്റേഷന്റെ 1-ാം നമ്പർ ഗേറ്റിനരികിൽ ഒരു കാർ പൊട്ടിത്തെറിച്ചിരിക്കുന്നു. ഡൽഹി അഗ്നിശമന സേനാ വകുപ്പിൻ്റെ അറിയിപ്പ് പ്രകാരം അത്
ഏത് തരത്തിലുള്ള സ്ഫോടനമാണ് എന്ന് വ്യക്തമായിട്ടില്ല. CNG സിലിണ്ടർ ബ്ലാസ്റ്റ് ആണ് എന്നുള്ള നിലയ്ക്ക് ചിലർ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ള ഒന്നല്ല. യഥാർത്ഥ കാരണം എന്താണ് ഈ സ്ഫോടനത്തിൻ്റെ പിറകിൽ എന്നുള്ളത് ഇനിയും സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഒരു ഭാഗത്ത് നോ കാഷ്വാലിറ്റീസ് എന്ന് പറയുന്നു, ആർക്കും അപായമൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നു. അതേസമയത്ത് ഒരാളുടെ നില ഗുരുതരം ആണ് എന്ന്, ഒരു മരണം സംഭവിച്ചുവെന്ന് ഒക്കെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഊഹാപോഹ വാർത്തകളും ഇതോടൊപ്പം തന്നെ വരുന്നുണ്ട്. ഇതൊരു ഡെവലപ്പിംഗ് ന്യൂസാണ്, വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ്. An explosion was reported in a car near gate number 1 of Delhi's Red Fort metro station on Monday evening എന്നാണ്. അതായത് ഈ തിങ്കളാഴ്ച ദിവസം അവിടെ അവധി ദിവസമാണ്. വളരെയധികം ആൾത്തിരക്കുള്ള സമയത്താണ് ഈ സ്ഫോടനം നടന്നിരിക്കുന്നത്. ഈ സംഭവ സ്ഥലത്ത് നിന്ന് ആളുകളെല്ലാം ഒഴിപ്പിച്ചിരിക്കുന്നു. ദുരന്ത നിവാരണ സേന, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസികളെല്ലാം സംഭവ സ്ഥലത്തേക്ക് കുതിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതീവ സുരക്ഷാ മേഖല ആണ് ഈ റെഡ് ഫോർട്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. സ്വാതന്ത്ര്യ ദിനത്തിലൊക്കെ ഏറ്റവും അധികം രാജ്യം ഉറ്റുനോക്കുന്ന ഇടമാണ് റെഡ് ഫോർട്ട് എന്ന് പറയുന്നത്. പ്രധാനമന്ത്രി അടക്കമുള്ളവർ വരികയും രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഇടം എന്നുള്ളതിലേക്ക് കൂടി റെഡ് ഫോർട്ടിന് വലിയ പ്രാധാന്യമുണ്ട്. അതീവ സുരക്ഷാ മേഖലയായിട്ട് കരുതപ്പെടുന്ന ഒന്നാണ്. ആ ഇടത്താണ് കാറിൽ സ്ഫോടനം നടന്നത്, കാർ പൊട്ടിത്തെറിച്ചത്, നിരവധി പേർക്ക് പരിക്കേറ്റു എന്നുള്ള റിപ്പോർട്ടുകൾ ഒരു ഭാഗത്ത് വരുന്നു. ഒരാൾക്ക് മരണം സംഭവിച്ചു എന്നുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് വരുന്നു. ഒരാൾ ഗുരുതരാവസ്ഥയിലാണ് എന്നുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് വരുന്നു. എന്നാൽ ആളപായങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ട് വരുന്നു. അതീവ സുരക്ഷാ മേഖലയിൽ നടന്നിട്ടുള്ള ഈ സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒരു മരണം സംഭവിച്ചു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. ചെങ്കോട്ടയ്ക്ക് സമീപം ഡൽഹിയിൽ സ്ഫോടനം നടന്നിരിക്കുന്നു. ഡൽഹി സ്പെഷ്യൽ സെൽ ദുരന്ത നിവാരണത്തിനും അതേപോലെ തന്നെ തീവ്രവാദ ഭീകരാക്രമണങ്ങളാണോ എന്ന് അന്വേഷിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും വേണ്ടിയുള്ള സ്പെഷ്യൽ സെല്ല് അവിടെ എത്തിയിരിക്കുന്നു. സ്ഫോടനം നടന്ന സ്ഥലം മുദ്രവെച്ചിരിക്കുകയാണ്. പോലീസ് അത് മുദ്രവെച്ചിരിക്കുന്നു. കാറിനകത്ത് പൊട്ടിത്തെറിക്കാനിടയായത് എന്താണ്? അത് CNG സിലിണ്ടർ ആണോ, അതോ കാറിനകത്ത് ഏതെങ്കിലും സ്ഫോടക വസ്തുക്കൾ വെച്ച് മനഃപൂർവ്വം സ്ഫോടനം നടത്തിയതാണോ അല്ലയോ എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ വരേണ്ടതുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, ഡൽഹിയെ സംബന്ധിച്ചിട്ട് ഡൽഹിയുടെ ഇതുവരെയുള്ള തീവ്രവാദ ഭീകരാക്രമണ പദ്ധതികൾക്ക് ഇരയായതിൻ്റെ ചരിത്രം, നമ്മുടെ രാജ്യതലസ്ഥാനത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഇതിന് സമാനമായിട്ടുള്ള പല സംഭവങ്ങളും കാണാൻ കഴിയും. തിരക്കുള്ള സമയങ്ങളാണ് പൊതുവെ ഭീകരർ, തീവ്രവാദികൾ ആക്രമണം നടത്തുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കാറുള്ളത്. ആൾക്കൂട്ടങ്ങൾക്കിടയിൽ വെച്ച് പൊട്ടിത്തെറി ഉണ്ടാക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ. പക്ഷേ ഇപ്പോൾ അതേക്കുറിച്ച് പറയുന്നത് ഒരു കടന്ന കൈയായി പോകും എങ്കിൽ പോലും ഭീകരാക്രമണം എന്ന് സംശയം എന്നുള്ള നിലയ്ക്കുള്ള വാർത്തയും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു സ്ഫോടനം നടന്നു കഴിഞ്ഞാൽ സമീപ പ്രദേശങ്ങളിൽ, അടുത്തടുത്ത നഗരങ്ങളിലൊക്കെ ഇതിന് സമാനമായിട്ടുള്ള സ്ഫോടനം ഒരു പക്ഷേ 15, 20, 30 മിനിറ്റുകൾക്ക് ശേഷം സംഭവിച്ചതിൻ്റെ ചരിത്രം നമ്മുടെ രാജ്യത്തിനുള്ളത് കൊണ്ട് കൃത്യമായിട്ടും ഈ നിമിഷം തന്നെ സംഭവ സ്ഥലത്ത് നിന്ന് മാത്രമല്ല മറ്റ് പ്രദേശങ്ങളിൽ നിന്നുമൊക്കെ ആളുകളെ ഒഴിപ്പിക്കേണ്ട നിലയിലേക്ക് കാര്യങ്ങൾ മാറും. അതുകൊണ്ടാണ് ഡൽഹിയിൽ അതീവ ജാഗ്രത ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 1-ാം ഗേറ്റിന് സമീപം, റെഡ് ഫോർട്ടിലെ മെട്രോ സ്റ്റേഷൻ്റെ 1-ാം ഗേറ്റിന് സമീപമാണ് ഈ സ്ഫോടനം നടന്നിരിക്കുന്നത് എന്നുള്ളത് അതിൻ്റെ ഗൗരവം കൂട്ടുന്നു. മെട്രോ സ്റ്റേഷൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആ മെട്രോ സ്റ്റേഷൻ്റെ 1-ാം നമ്പർ ഗേറ്റിൻ്റെ സമീപത്ത് നിർത്തിയിട്ടിരുന്ന കാറിനകത്ത് സ്ഫോടനം നടന്നിരിക്കുന്നു. കാറിനകത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു? നിർത്തിയിട്ട് ആളില്ലാത്ത കാറായിരുന്നോ അതോ ആളുകൾ ഉള്ള കാറായിരുന്നോ? അതിൻ്റെ സമീപത്തുള്ള കാറുകളിലേക്ക് എങ്ങനെ തീപിടിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം പോകേണ്ടതുണ്ട്. കാഷ്വാലിറ്റിയെ സംബന്ധിച്ചിട്ട്, ആർക്കെങ്കിലും പരിക്കേറ്റോ എന്നതിനെ സംബന്ധിച്ചിട്ട്, ആ പരിക്കേറ്റവരുടെ നില എന്താണ് എന്നതിനെ സംബന്ധിച്ചിട്ട്, ഒപ്പം തന്നെ ഒരാൾ മരിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു റിപ്പോർട്ട് സ്ഥിരീകരിക്കപ്പെടാത്തത്, ആ കാര്യത്തിലടക്കമുള്ള സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഡൽഹിയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇപ്പോൾ നിരവധി പേർക്ക് പരിക്കേറ്റു എന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ആ പരിക്കേറ്റവരുടെ അവസ്ഥ എന്ത് എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. ദില്ലിയിലെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള, അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള, ചരിത്ര പ്രാധാന്യമുള്ള ചുവപ്പ് കോട്ടയ്ക്കരികിൽ, റെഡ് ഫോർട്ടിനരികിൽ, മെട്രോ സ്റ്റേഷൻ്റെ അരികിൽ, അതിൻ്റെ 1-ാം കവാടത്തിനരികിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ നിന്ന് വലിയ രീതിയിലുള്ള സ്ഫോടക ശബ്ദമുയരുകയും അഗ്നി ആളിപ്പടരുകയും ചെയ്തപ്പോഴാണ് ആൾക്കൂട്ടം ഇക്കാര്യം അറിഞ്ഞത്. സാധാരണ പോലെയുള്ള ഒരു ദിവസമായിരുന്നു ഡൽഹിയെ സംബന്ധിച്ചിട്ട് ഇന്ന്. ചോളം വിൽക്കുന്ന കടകൾ, തട്ടുകടകൾ, ഡൽഹിയിലെ പരമ്പരാഗത രീതിയിലുള്ള ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന ഇടങ്ങൾ, ആകാശത്തേക്ക് ചെറിയ ചെറിയ
കളിപ്പാട്ടങ്ങളടക്കമുള്ളവ ബീച്ചുകളിൽ എന്നതുപോലെ വിടർത്തി വിൽപ്പനയ്ക്ക് ശ്രമിക്കുന്നവർ, മാർവാടികൾ, ചേരിയിൽ താമസിക്കുന്നവർ, ഡൽഹി നഗരത്തിൽ നിന്ന് വൈകുന്നേരങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങുന്നവർ എന്നിവരെല്ലാം ചേർന്നിട്ടുള്ള ഡൽഹിയുടെ പരമ്പരാഗതമായിട്ടുള്ള മുഖചിത്രം കാണണമെങ്കിൽ നമ്മൾ റെഡ് ഫോർട്ടിൽ പോകണമെന്ന് പറയാറുണ്ട്. ആ റെഡ് ഫോർട്ടിൽ ഇത്രയധികം തിരക്ക് പിടിച്ച ഒരു സായാഹ്നത്തിലാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആൾക്കൂട്ടത്തെ ലക്ഷ്യമാക്കിയിട്ടുള്ള എന്തെങ്കിലും ആക്രമണ പദ്ധതികൾ ഇതിനകത്തുണ്ടോ, അതോ അതൊന്നുമല്ല, ഭീകരാക്രമണം എന്ന് ധരിക്കേണ്ടതില്ല, ഭീകരാക്രമണം തെറ്റിദ്ധരിക്കേണ്ടതില്ല, തീവ്രവാദാക്രമണം അല്ല, മറിച്ച് കാറിനകത്ത് ഉള്ള ഒരു CNG സിലിണ്ടർ ഏതെങ്കിലും കാരണം കൊണ്ട് പൊട്ടിത്തെറിച്ച് അഗ്നിബാധ ഉണ്ടായതാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾക്ക് അന്വേഷണം കൊണ്ടുപോകേണ്ടതുണ്ട്. പക്ഷേ ഈ നിമിഷങ്ങളിൽ ഈ വാർത്തയിൽ നിന്ന് നമുക്ക് പിന്മാറാൻ കഴിയില്ല. കാരണം ഇത് എന്ന് പറയുന്നത് ഒരു ഡെവലപ്പിംഗ് ന്യൂസാണ്. ഈ നിമിഷം സംഭവിച്ചിരിക്കുന്നു. വിവരങ്ങൾ ധാരാളം ഇനിയും അറിയേണ്ടതുണ്ട്, വിവരങ്ങൾ ധാരാളം വരേണ്ടതുണ്ട്. ഫോറൻസിക് ടീം അവിടെ പരിശോധനയ്ക്ക് എത്തിയിരിക്കുന്നു. ഫോറൻസിക് ടീം ഇപ്പോൾ അവിടെ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുടെ സ്പർശമേൽക്കാതെ അതിനെ സുരക്ഷിത കേന്ദ്രമാക്കി മാറ്റിയിട്ട് എല്ലാ തെളിവുകളും ശേഖരിക്കേണ്ടതുണ്ട്. ഇത്തരമൊരു ആക്രമണം നടന്നു കഴിഞ്ഞാൽ അത് ഭീകരാക്രമണമാണോ അല്ലയോ എന്ന് സംശയം ഉണ്ടാക്കാൻ ഇടയുള്ള സ്ഥലത്ത്, രാജ്യ തലസ്ഥാനത്ത് ഇന്ദ്രപ്രസ്ഥത്ത് റെഡ് ഫോർട്ടിനരികിൽ, മെട്രോ സ്റ്റേഷൻ്റെ അരികിൽ ഇങ്ങനെ ഒരു സ്ഫോടനം നടന്നാൽ തീർച്ചയായിട്ടും ഫോറൻസിക് ടീം അടക്കമുള്ള അന്വേഷണ ഏജൻസികൾക്ക് എല്ലാ തുമ്പും പരിശോധിക്കേണ്ടി വരും. ആ രീതിയിലുള്ള പരിശോധന നടത്തുന്നതിന് വേണ്ടി ഫോറൻസിക് ടീം ഇപ്പോൾ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അവർ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരാൾ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ട് ഇപ്പോൾ ഇതാ പുറത്തു വരുന്നുണ്ട്. ഒരു മരണം സ്ഥിരീകരിക്കപ്പെടുന്നു എന്നുള്ള നിലയ്ക്ക് വാർത്തകൾ പുറത്തു വരുന്നു. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമ്മൾക്കറിയാം, അത്രമേൽ തിരക്ക് പിടിച്ച ഒരു ഇടത്ത് ഇത്രമേൽ ശക്തിയോടുകൂടി സ്ഫോടനം നടന്നിട്ടുണ്ട് എങ്കിൽ ആ സ്ഫോടനം ജീവഹാനിക്ക് കാരണമായി തീരുമെന്ന് സംശയിക്കാവുന്ന രീതിയിലാണ് ദൃശ്യങ്ങൾ നമ്മോട് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായിട്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ അല്പസമയത്തിനകം ചേരും. എന്തായാലും ഡൽഹിയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ സ്ഫോടനത്തെ തുടർന്ന് വിവരങ്ങൾ നൽകാൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു ഞങ്ങളുടെ പ്രതിനിധികൾ. ഇവിടെ ഈ സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്നുള്ള ദൃക്സാക്ഷികളുടെ വാക്കുകൾ കൂടി കിട്ടിയിട്ടുണ്ട്. ആ ഉഗ്രമായ സ്ഫോടനമാണ് നടന്നത് എന്നുള്ള രീതിയിലുള്ള ദൃക്സാക്ഷികളുടെ റിപ്പോർട്ടുകളും ഒരു ഭാഗത്ത് പുറത്തു വരുന്നു. ഈ നിമിഷങ്ങളിൽ ദില്ലിയിൽ നടന്ന സ്ഫോടനത്തിൻ്റെ വിവരങ്ങൾ നൽകുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. ബനീഷ്, ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത കാറുകൾക്ക് പുറമെ സ്കൂട്ടറുകളും സംഭവ സ്ഥലത്ത് കത്തിയ നിലയിൽ എന്നതാണ് വാർത്ത വന്നിരിക്കുന്നത്. ഒരാളുടെ മരണം സ്ഥിരീകരിക്കുന്ന രീതിയിൽ ചില മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. പക്ഷേ ദില്ലി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഔദ്യോഗികമായ പേജുകളിൽ നിന്നോ അല്ലെങ്കിൽ ദില്ലി പോലീസിന്റെ ഭാഗത്തു നിന്നോ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ ഭാഗത്തു നിന്നോ നിലവിൽ യാതൊരു വിവരങ്ങളും നമുക്ക് ലഭിച്ചിട്ടില്ല എന്നത് വേണം പറയാൻ. നിലവിൽ എന്തായാലും ഇപ്പോൾ അന്തരീക്ഷം എത്രയും പെട്ടെന്ന് ശാന്തമാക്കുക എന്ന രീതിയിലാണ് ഇപ്പോൾ ദില്ലി പോലീസും പ്രവർത്തിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദില്ലി പോലീസിന്റെ ഫയർഫോഴ്സ് പേജുകളിൽ അടക്കം ഇപ്പോൾ അവിടുത്തെ ദൃശ്യങ്ങൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഏറ്റവും ആശ്വാസകരം എന്നൊരു വാർത്ത എന്ന് പറയേണ്ടത് ശനിയാഴ്ച ദിവസം ദില്ലിയിൽ ചെങ്കോട്ട ഭാഗങ്ങളിൽ അവധി പ്രഖ്യാപിച്ചതിനാൽ വലിയൊരു ദുരന്തമാണ് ഒഴിവായത് എന്ന് വേണം പറയാൻ കഴിയുന്നത്. സാധാരണഗതിയിൽ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ ജനസംഖ്യ അവിടെ എത്തിയിരിക്കുന്നത് വളരെ കുറവ് എന്ന് വേണം പറയാൻ. എന്തായാലും നിരവധി പേർക്ക് പരിക്കു പറ്റിയെന്നൊരു വാർത്ത വരുന്നുണ്ട്. ഒരു കാറിൽ നിന്നാണ് ആദ്യം തീപിടിച്ചത്, സ്ഫോടനമുണ്ടായത്. മറ്റ് സമീപത്തുള്ള ഒരാൾ കൊല്ലപ്പെട്ടു എന്ന രീതിയിൽ ഇപ്പോൾ മറ്റ് വാർത്തകളും മറ്റ് മാധ്യമങ്ങളും സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഡൽഹി സ്ഫോടനത്തിൽ ഒരു മരണം സംഭവിച്ചു എന്നൊരു ദാരുണമായൊരു വാർത്തയാണ് ബനീഷ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും സ്ഫോടനം ആദ്യം ഒരു കാറിൽ നിന്നും സമീപത്തുള്ള 3 കാറുകളിലേക്ക് പടർന്നു പിടിച്ചാണ് സ്ഫോടനം ഉണ്ടായത് എന്നാണ് വരുന്നത്. സമീപത്ത് മറ്റ് സ്കൂട്ടറുകളും കത്തി നശിച്ച നിലയിലുണ്ട്. സമീപത്ത് ഒരാൾ 3 പേർക്ക് അതീവ ഗുരുതരമായ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. എന്തായാലും മറ്റുള്ളവരും പരിക്കുകൾ പറ്റിയുള്ളവരെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള ഒരു നടപടിയും അവിടെ നടക്കുകയാണ്. ക്രമാതീത ഇന്നത്തെ തിരക്ക് അവിടെ കുറവായതിനാൽ വലിയൊരു അപകടം തന്നെ ഒഴിവായിട്ടുണ്ട്. എന്തായാലും ഫയർഫോഴ്സ് കൃത്യമായ രീതിയിൽ തീയണയ്ക്കാനുള്ള സംവിധാനങ്ങളൊക്കെ തയ്യാറാക്കുന്നുണ്ട്. ആശുപത്രിയിലേക്ക് പരിക്കേറ്റവരെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക എന്നൊരു ആശുപത്രിയിൽ എത്തിക്കാനുള്ള പ്രക്രിയകളും അവിടെ നടക്കുന്നുണ്ട് പറയാൻ. അഗ്നിരക്ഷാ സേനയുടെ നിരവധി യൂണിറ്റുകൾ ഇപ്പോൾ ഫയർഫോഴ്സിന്റെ നിരവധി യൂണിറ്റുകൾ ഇപ്പോൾ സംഭവ സ്ഥലത്തുണ്ട്. ഡൽഹിയിൽ സ്ഫോടനം, ഒരു മരണം സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ മറ്റ് നടപടികളിലേക്ക് കടക്കുന്നതിന് മുമ്പായി എങ്ങനെയാണ് സംഭവം അല്ലെങ്കിൽ എന്താണ് അവിടെ കൃത്യമായ രീതിയിൽ പരിക്കേറ്റവരെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക, ഈ സ്ഫോടനത്തിന്റെ ഒരു ആഘാതം കുറയ്ക്കാനുള്ള രീതിയിലാണ് നടക്കുന്നത്. എന്തായാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് പ്രാഥമിക ഘട്ടം എന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും അവിടെ
ഡൽഹിയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഈ സ്ഫോടനത്തിൻ്റെ ഒരു ആദ്യ പടി അല്ലെങ്കിൽ എങ്ങനെയാണ് സ്ഫോടനം ഉണ്ടായതെന്നൊരു കാര്യത്തിൽ നിലവിൽ വ്യക്തമായിട്ടില്ല. ബനീഷ്, കഴിഞ്ഞ ദിവസം ഹരിയാന പശ്ചാത്തലം അടിസ്ഥാനപ്പെടുത്തി ഡൽഹിയിൽ നിന്ന് തന്നെ നിരവധി പേരെ പിടികൂടിയിട്ടുണ്ട്. അതിൽ തോക്കുകളും അതോടൊപ്പം തന്നെ മാരക ആയുധങ്ങളുമായി പിടികൂടിയിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലമാണോ എന്നൊരു രീതിയിൽ പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ബനീഷ്, എന്തായാലും സ്ഫോടനത്തിൻ്റെ ഒരു തുടർച്ച എവിടെ നിന്നാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന് പിന്നിൽ ആരാണ് എന്നൊരു രീതിയിലേക്കൊക്കെ നിലവിൽ എന്തായാലും ഡൽഹി പോലീസിൻ്റെ ഔദ്യോഗിക ഭാഗമായി ഒരു മറുപടിയും വന്നിട്ടില്ല. ദില്ലി സ്ഫോടനം ഉണ്ടായിരിക്കുന്നു. മെട്രോ സ്റ്റേഷൻ 1-ാം ഗേറ്റ് നമ്പർ ഭാഗത്ത് നിന്നാണ് ഇപ്പോൾ ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ഒരു കാറിൽ പടർന്നു പിടിച്ച ഒരു സ്ഫോടനം മറ്റ് സമീപത്തുള്ള കാറുകളിലേക്കും പെടുന്നു. ഒരു മരണം സ്ഥിരീകരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ വന്നിരിക്കുന്നത്. ബനീഷ്, ലാൽ കില മെട്രോ സ്റ്റേഷനിലാണ് ഈ സ്ഫോടനം നടന്നിരിക്കുന്നത്. ഡൽഹിയിൽ ചെങ്കോട്ടയ്ക്ക് സമീപം കാറിൽ സ്ഫോടനം നടന്നിരിക്കുന്നു. വൈകിട്ടാണ് ഈ സ്ഫോടനം ഉണ്ടായത്. ഇതോടെ ഈ പ്രദേശത്ത് വലിയ രീതിയിലുള്ള പരിഭ്രാന്തി പരന്നു. ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് സമീപത്തെ 1-ാം ഗേറ്റിൻ്റെ സമീപത്തെ നിർത്തിയിട്ടിരുന്ന കാറിന് ഉള്ളിലായിരുന്നു ഈ സ്ഫോടനം നടന്നത്. തുടർന്ന് തൊട്ടടുത്തുള്ള കാറുകളിലേക്കും തീ പടരുകയായിരുന്നു. ഓർക്കുക, സമീപകാലത്ത് ഡൽഹിക്ക് സമീപം ഫരീദാബാദിൽ നിന്ന് കാറിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തിരുന്ന കാര്യം. ആ കേസിൽ 2 ഡോക്ടർമാർ പിടിയിലായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഡൽഹിയിൽ സ്ഫോടനമുണ്ടായത് എന്നുള്ളത് അട്ടിമറി സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യം. കാറുകളിലേക്ക് പടർന്ന തീ ഇപ്പോൾ പൂർണ്ണമായും അണച്ചിട്ടുണ്ട്. ചെങ്കോട്ടയിൽ ഹൈ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സമീപ പ്രദേശത്ത് പരിശോധനകൾ കർശനമാക്കിയിരിക്കുന്നു. പ്രദേശത്തേക്കുള്ള പ്രവേശനം വിലക്കിയിരിക്കുന്നു. നിലവിൽ പ്രദേശത്തുള്ളവരെ ഒഴിപ്പിച്ചിരിക്കുന്നു. ആ ഭാഗത്തെ കടകളെല്ലാം അടയ്ക്കാൻ ഉത്തരവിട്ടിരിക്കുന്നു. സ്ഫോടനത്തിന് പിന്നാലെ പോലീസിനും അഗ്നിരക്ഷാസേനയ്ക്കും സന്ദേശം ലഭിച്ചതായിട്ട് അധികൃതർ പറയുന്നു. അഗ്നിരക്ഷാസേനയുടെ 7 യൂണിറ്റുകൾ സ്ഥലത്തെത്തിയാണ് അവിടുത്തെ തീ ത് ഒരാൾ മരിച്ചു എന്നുള്ള റിപ്പോർട്ടും നിരവധി പേർക്ക് പരിക്കേറ്റു എന്നുള്ള റിപ്പോർട്ടും ഒരു ഭാഗത്ത് ഉണ്ട്. പക്ഷേ സ്ഥിരീകരണം ഇല്ല. ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ സ്ഥലത്തെത്തി പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഫോറൻസിക് വിഭാഗവും പരിശോധനയ്ക്കുണ്ട്. വിജിത വിവരങ്ങൾ നൽകുന്നു. എസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഒരാൾ ഈ ഒരു അപകടത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു എന്നും അറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഡൽഹിയുടെ ഇത്രയും ആളുകൾ തിരക്കുള്ള ഒരു ഭാഗത്ത് തിരക്കുള്ള ഒരു സമയത്താണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ വലിയ രീതിയിലുള്ള സംശയങ്ങളും വരുന്നുണ്ട്. ഈ കാർ ഒരിക്കലും നിർത്തിയിട്ട സ്ഥലത്ത് നിന്നല്ല പൊട്ടിത്തെറിച്ചിട്ടുള്ളത്. റോഡിന് നടുവിലാണ് ഈ ഒരു കാർ പൊട്ടിത്തെറിച്ചിരിക്കുന്നതും ഇത്രയും വലിയൊരു സ്ഫോടനം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് വലിയ രീതിയിലുള്ള സംശയങ്ങൾക്കും വഴിവെക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ഒരു മരണം ഉണ്ടായിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ള ഒരു കാര്യം കൂടി അറിയാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു മേഖല ഹൈ അലേർട്ട് മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് അവിടെ നിന്ന് ആളുകളെ എല്ലാം ഒഴിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അഗ്നിരക്ഷാ ശമന സേനയുടെ കൃത്യമായിട്ടുള്ള യൂണിറ്റുകൾ അവിടെയുണ്ട്. കൃത്യമായിട്ടുള്ള ഈ ഒരു തീ അണയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നടപടികളെല്ലാം തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സംഭവ സ്ഥലത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്ഫോടന സ്ഥലം അടക്കം പോലീസ് സീൽ ചെയ്തിട്ടുണ്ട്. സ്ഫോടനം നടന്ന ഒരു വിവരം ലഭിക്കുന്നത് ഇത്തരത്തിലൊരു വിവരം പോലീസിനാണ് ലഭിക്കുന്നത്. 6:55 കൂടിയാണ് ഇങ്ങനെ ഒരു വിവരം ലഭിക്കുന്നത്. തുടർന്ന് പോലീസ് അവിടെ എത്തുന്ന ആ ഒരു സമയത്ത് തന്നെ ഒരു കാറാണ് ആദ്യം പൊട്ടിത്തെറിക്കുന്നത്. തുടർന്ന് ബാക്കിയുള്ള വാഹനങ്ങളിലേക്ക് തീ പടരുകയും മറ്റ് പല വാഹനങ്ങളിലേക്കും ഈ തീ പടർന്നു കയറി കത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 10ഓളം വാഹനങ്ങളിലേക്ക് ഈ തീ പടർന്നു കയറി എന്നുള്ള ഒരു കാര്യം തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സ്ഫോടനം തന്നെയാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. മെട്രോ സ്റ്റേഷന് സമീപത്ത് ഗേറ്റ് നമ്പർ 1-ന്റെ അവിടെയാണ് ഇത്തരത്തിൽ വലിയൊരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ഡൽഹിയിൽ എല്ലാവർക്കും അതീവ ജാഗ്രതാ നിർദ്ദേശം പ്രദേശത്തെല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. ഏകദേശം 6:55 കൂടി ഒരു വിവരം പുറത്തു വരുന്നു. അഗ്നിശമന സേനയും പോലീസും അടക്കമുള്ളവർ അവിടെ എത്തുന്നു. തുടർന്ന് വലിയ രീതിയിലേക്ക് ഈ ഒരു സ്ഫോടനം പടർന്നു കയറുന്ന ഒരു രീതി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. റോഡിന് നടുവിലാണ് ഇങ്ങനെ ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം വലിയ രീതിയിൽ സംശയം മുനയിലടക്കം നിർത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല. കാരണം ഇന്ന് അടക്കമാണ് ഈ ഒരു ഫരീദാബാദിലടക്കം ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കളും 3 ടണ്ണോളം സ്ഫോടക വസ്തുക്കളും AK-47 തോക്കും ഒക്കെയാണ് പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിന് പിന്നിൽ ഡോക്ടർമാരടക്കം ഉൾപ്പെട്ട സംഘമാണ് എന്നുള്ള കണ്ടെത്തലുകളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. 2 ഡോക്ടർമാരെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഇക്കാര്യങ്ങളൊക്കെ നിലവിൽ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ജമ്മു കാശ്മീരിലടക്കം കഴിഞ്ഞ ദിവസങ്ങളിലായി പരിശോധന അടക്കമുള്ള കാര്യങ്ങളെല്ലാം നടന്നിരുന്നു.
ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു തിരക്കുള്ള സമയത്ത്, തിരക്കുള്ള പ്രദേശത്ത് ഒരുപാടധികം ആളുകളെല്ലാം എത്തുന്ന ഒരു പ്രദേശമാണ്, ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഈ ഒരു തിരക്കുള്ള സമയത്ത് ഇങ്ങനെ ഒരു സ്ഫോടനം നടക്കുമ്പോൾ, നടു റോട്ടിൽ വെച്ച് ഒരു കാറ് പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോൾ അത് വലിയ രീതിയിലുള്ള സംശയങ്ങൾ തന്നെയാണ് ഉയർത്തുന്നത്. എന്തായാലും എത്രത്തോളം ആളുകൾക്ക് നിലവിൽ പരിക്കേറ്റിട്ടുണ്ട്, എത്രത്തോളം അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും തന്നെ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, ഒരാൾ നിലവിൽ മരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അറിയാൻ സാധിക്കുന്നുണ്ട്. ഇതുവരെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായിട്ടുള്ള ഒരു വിവരവും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടില്ല. വൈകാതെ തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഔദ്യോഗിക വിവരം അവർ നൽകുമെന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. നിരവധി വാഹനങ്ങളാണ് കത്തി നശിച്ചിരിക്കുന്നത്, വലിയ രീതിയിലുള്ള തീയാണ് പ്രദേശത്ത് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. പരിക്കേറ്റവരെ എല്ലാം തന്നെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള കാര്യങ്ങളും നടപടികളും എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. അഗ്നിരക്ഷ ശമന സേനയുടെ യൂണിറ്റുകളെല്ലാം തന്നെ പ്രദേശത്തുണ്ട്. തീയടക്കമുള്ള കാര്യങ്ങൾ അണയ്ക്കുകയും ആളുകളെ അവിടെ നിന്ന് മാറ്റുകയും ആശുപത്രിയിലേക്ക് അടക്കം മാറ്റാനുള്ള നടപടികളടക്കം തുടരുകയാണ്. MS ഡൽഹി പോലീസ് കമ്മീഷണറോട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഫോണിൽ വിളിച്ച വിവരങ്ങൾ തേടിയിരിക്കുന്നു, റിപ്പോർട്ട് തേടിയിരിക്കുന്നു, സാഹചര്യം വിലയിരുത്തിയിരിക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇപ്പോൾ ചെങ്കോട്ട എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഐക്കോണിക് ആയിട്ടുള്ള ഇടമാണ്, ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള സുരക്ഷാ പ്രാധാന്യമുള്ള, ചരിത്ര പ്രാധാന്യമുള്ള ഇടമാണ്. അവിടെ നിന്ന് ഉഗ്രശബ്ദത്തിലുള്ള ശബ്ദം കേട്ടു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ആ ദൃക്സാക്ഷികളുടെ വാക്കുകൾ തന്നെ അതിൻ്റെ ഭീകരത വ്യക്തമാക്കുന്നുണ്ട്. വിജിത സൂചിപ്പിച്ചതുപോലെ ഫരീദാബാദിൽ നിന്ന് കണ്ടെടുത്ത ആയുധങ്ങൾ, AK-47 തോക്കുകൾ അടക്കമുള്ള ആയുധങ്ങൾ, ഒരു ഡോക്ടർ അടക്കം പിടിയിലായതും ഇതും തമ്മിൽ ചേർത്ത് വെക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് വരുന്നു. ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനമുണ്ടായിരിക്കുന്നു. ചെങ്കോട്ട മെട്രോ സ്റ്റേഷൻ്റെ ഗേറ്റ് നമ്പർ 1 സമീപം നിർത്തിയിട്ട കാർ പൊട്ടിത്തെറിച്ചിരിക്കുന്നു. ഒരു മരണം സംഭവിച്ചിരിക്കുന്നു. സ്ഫോടനത്തിൽ 4 വാഹനങ്ങൾക്ക് തീപിടിച്ചു. ആ തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു എന്ന് പൂർണ്ണമായിട്ടും പറയാൻ കഴിയാറായിട്ടില്ല. ആദ്യ വിവരം സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ലഭിച്ചത് വൈകിട്ട് 6:55 ഉടൻ തന്നെ അഗ്നിശമന സേനയുടെ നിരവധി യൂണിറ്റുകൾ സ്ഥലത്ത് എത്തി. ഈ സ്ഫോടന ശബ്ദം കേട്ട ഉടൻ തന്നെ ആളുകൾ പരിഭ്രാന്തരാവുകയും ഓടുകയും ചെയ്തു. തിരക്കുള്ള പ്രദേശത്താണ് ഈ സ്ഫോടനം നടന്നത്. കാറിന് സമീപമുണ്ടായിരുന്ന പലർക്കും പരിക്കേറ്റു. ജമ്മു കശ്മീർ സ്വദേശികളായിട്ടുള്ള ഡോക്ടർമാരെ പോലീസ് ഇന്ന് രാവിലെ ഫരീദാബാദിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്ന കാര്യം ഓർമ്മിക്കുക. അവരിൽ നിന്ന് ആയുധങ്ങളടക്കം പിടിച്ചെടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് ഈ സ്ഫോടനം നടന്നിരിക്കുന്നത് എന്നുള്ളത് അതിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ നിമിഷങ്ങളിൽ. എന്തായാലും അതീവ സുരക്ഷാ മേഖലയിലാണ് ഈ സ്ഫോടനം നടന്നിരിക്കുന്നത് എന്നത് അതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. മെട്രോ സ്റ്റേഷൻ 1-ാം ഗേറ്റിനരികെയാണ് ഈ സ്ഫോടനം നടന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. തിരക്കേറിയ മേഖലയിൽ നടന്ന സ്ഫോടനം എന്നുള്ള നിലയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഡൽഹി ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് സമീപം സ്ഫോടനം നടന്നിരിക്കുന്നു. രാത്രി 7 മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം. കാർ പൊട്ടിത്തെറിച്ചാണ് സ്ഫോടനമുണ്ടായത്. ഒരാൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള വിവരം. സമീപത്തുണ്ടായിരുന്ന 4ഓളം വാഹനങ്ങൾക്ക് തീ പിടിച്ചിരിക്കുന്നു. ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി സാഹചര്യം വിലയിരുത്തിയിരിക്കുന്നു. ഡൽഹി പോലീസ് കമ്മീഷണറുമായിട്ട് സംസാരിച്ചിരിക്കുന്നു. നിർത്തിയിട്ട